ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് വെന്തിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും രസം ഉണ്ടാക്കാൻ അറിയാം. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു രസം മാത്രം മതി. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെയാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.